ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് ലെവറേജ് അനാലിസിസ് ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലെവറേജ് ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ കമ്പൈൻഡ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലെവറേജ് ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യനെ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആൻഡ് അഡ്വൈസ് വിച്ച് ഫേം ഈസ് മോർ റിസ്കിയർ. 2 ഓർഗനൈസേഷൻസിൻ്റെ സെയിലും വേരിയബിൾ കോസ്റ്റും അതേപോലെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് 25 lakhs, ഓർഗനൈസേഷൻ ബി 30 lakhs. വേരിയബിൾ കോസ്റ്റ് കമ്പനി എ 5% ഓഫ് സെയിൽസ്, കമ്പനി ബി 25% ഓഫ് സെയിൽസ്. ഫിക്സഡ് കോസ്റ്റ് 8 lakhs, കമ്പനി ബി 2,50,000. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കമ്പനി എ ആൻഡ് കമ്പനി ബിയുടെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സിൻ്റെ സെയിം കമ്പനിയുടെ ഡാറ്റ തന്നെ ലഭിക്കണം. ഒന്നില്ലെങ്കിൽ കമ്പനി എൻ്റെ 2019-2020 സെയിൽസ് എമൗണ്ട് നമുക്ക് ലഭിക്കണം, അതല്ലെങ്കിൽ കമ്പനി ബിയുടെ ആയാലും 2019 ഓർ 2020 സെയിൽസ് എമൗണ്ട് നമുക്ക് ലഭിക്കണം. ഇതിപ്പോൾ നമുക്ക് കമ്പനി എ ആൻഡ് കമ്പനി ബി 2 സെപ്പറേറ്റ് സ്പെസിഫിക് കമ്പനീസാണ് നമുക്ക് ഡാറ്റ തന്നിരിക്കുന്നത്. ദെയർഫോർ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജ് നോർമൽ ഫോർമുല യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഈ ഒരു ഫോർമുല യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഫോർ കമ്പനി എ ആൻഡ് കമ്പനി ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സെയിൽസ് തന്നിട്ടുണ്ട്. കമ്പനി എ 25 lakhs. സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം. വി ഗെറ്റ് കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിൽ നമ്മൾ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് EBIT. സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ഫോർ കമ്പനി എ 25 lakhs മൈനസ് 6,25,000. വേരിയബിൾ കോസ്റ്റ് 5% ഓഫ് സെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെയർഫോർ 25 lakhs into 5%, ദാറ്റ് ഈസ് 6,25,000. കോൺട്രിബ്യൂഷൻ 18,75,000. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 8 lakhs ആണ്. EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,75,000. ഇനി കമ്പനി ബി സെയിൽസ് 30 lakhs, വേരിയബിൾ കോസ്റ്റ് 25% ഓഫ് സെയിൽസ്, 30 lakhsൻ്റെ 25%, ദാറ്റ് ഈസ് 7,50,000. കോൺട്രിബ്യൂഷൻ ഈസ് 22,50,000 ലെസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു, EBIT ലഭിക്കുന്നു. 22,50,000 മൈനസ് 2,50,000, ദാറ്റ് ഈസ് 20 lakhs. Therefore, EBIT for company A 10,75,000, company B 20 lakhs. Degree of operating leverage അല്ലെങ്കിൽ operating leverage is equal to contribution divided by EBIT. Company A contribution 18,75,000 divided by EBIT 10,75,000, that is degree of operating leverage is 1.74 times. Company B ആണെങ്കിൽ contribution 22,50,000 ആണ്, EBIT 20 lakhs. Contribution divided by EBIT equals 1.12 times. അപ്പോൾ നമുക്ക് ഡിഗ്രി കമ്പനി എയുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് 1.74, കമ്പനി ബി ഓപ്പറേറ്റിംഗ് ലെവറേജ് 1.12. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹയർ ദി ഓപ്പറേറ്റിംഗ് ലെവറേജ് ഹയർ ദ റിസ്ക് ഫോർ ദി ഓർഗനൈസേഷൻ. 1 ആണ് ഒപ്റ്റിമം വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് പെർ ദിസ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജസ് ഓഫ് കമ്പനി എ ആൻഡ് കമ്പനി ബി, Company A 1.74 degree of operating leverage is more riskier than Company B 1.12 DOL. Company A 1.74 is more riskier than Company B 1.12. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Calculate operating, financial and combined leverages and also comment on the risk position of the organization. ഇതും സെയിം പാറ്റേൺ തന്നെ. 2 കമ്പനിയുടെ സെയിൽസ് വാല്യൂ ആൻഡ് EBIT EBIT ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കമ്പനി എ കമ്പനി ബി സെയിൽസ് ഫോർ ഓർഗനൈസേഷൻ എ 7,50,000, വേരിയബിൾ കോസ്റ്റ് 3 lakhs, കോൺട്രിബ്യൂഷൻ 4,50,000, ഫിക്സഡ് കോസ്റ്റ് 2,25,000, EBIT 2,25,000, ഇൻട്രസ്റ്റ് 75,000, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ EBT 1,50,000. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. കമ്പനി ബി സെയിൽസ് 15 lakhs, വേരിയബിൾ കോസ്റ്റ് 4,50,000,
contribution 10,50,000, fixed cost 6 lakhs, EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4,50,000, ഇൻട്രസ്റ്റ് 1,50,000, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 3 lakhs. അപ്പോൾ ഈ ഒരു ഗീവൻ ഡാറ്റ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻ ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. ഇവിടെ കമ്പനി എ കോൺട്രിബ്യൂഷൻ ഈസ് 4,50,000 and EBIT is 2,25,000. For company A, operating leverage 4,50,000 minus divided by 2,25,000 2 times ആണ്. For company B, 10,50,000 divided by 4,50,000 2.33 times ആണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് വരുന്നത്. അടുത്താണ് ഫിനാൻഷ്യൽ ലെവറേജ് കാൽക്കുലേഷൻ. ഫോർമുല ഫോർ ഫിനാൻഷ്യൽ ലെവറേജ് EBIT ഡിവൈഡഡ് ബൈ EBT. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. രണ്ട് ഡാറ്റയും നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫോർ കമ്പനി എ ഫിനാൻഷ്യൽ ലെവറേജ് ഈക്വൽസ് 2,25,000 divided by 1,50,000 1.5 times EBIT divided by EBT. Company B 4,50,000 divided by 3 lakhs 1.5 times. ഇനി അടുത്തതാണ് കമ്പൈൻ ലെവറേജ് കാൽക്കുലേഷൻ. നമുക്കറിയാം കമ്പൈൻഡ് ലെവറേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജും ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലെവറേജ്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് ലെവറേജ് ഫോർ കമ്പനി എ 2 times ആണ്, ഫിനാൻഷ്യൽ ലെവറേജ് 1.5. 2 × 1.5 ചെയ്താലും നമുക്ക് കമ്പൈൻ ലെവറേജ് ഓഫ് ഓർഗനൈസേഷൻ എ നമുക്ക് ലഭിക്കും. 2 × 1.5 ദാറ്റ് ഈസ് 3. അതേപോലെ കമ്പനി ബി ആണെങ്കിലും 2.33 × 1.5 ദാറ്റ് ഈസ് 3.5. ഇങ്ങനെ ചെയ്താലും നമുക്ക് കമ്പൈൻ ലെവറേജ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലെവറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓർ എൽസ് വി കൻ അപ്ലൈ ദി ഫോർമുല. ദ ഫോർമുല ഈസ് 2 divided by EBT. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. EBIT എന്നാണ് കാണിച്ചിരിക്കുന്നത്, അതല്ല. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ് കമ്പൈൻ ലെവറേജിൻ്റെ ഫോർമുല വരുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. കമ്പൈൻ ലെവറേജ് ഫോർ ഓർഗനൈസേഷൻ എ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT 4,50,000 divided by 1,50,000 3 times. Organization B combined leverage 10,50,000 divided by 3 lakhs 3.5 times. ഇത് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ്ലി ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫിനാൻഷ്യൽ ലെവറേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ. Therefore for organization A operating leverage 2, financial leverage 1.5, combined leverage 3. For organization B operating leverage 2.33, financial leverage 1.5, combined leverage 3.5. നമുക്കറിയാം കമ്പൈൻ ലെവറേജ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ദ ടോട്ടൽ റിസ്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ കമ്പൈൻ ലെവറേജ് ഫോർ ഓർഗനൈസേഷൻ എ 3യും ഓർഗനൈസേഷൻ ബി 3.5 ആണ്. ദ കമ്പൈൻ ലെവറേജ് ഓഫ് ബി ലിമിറ്റഡ് ഈസ് ഹയർ ദാൻ എ ലിമിറ്റഡ്. Therefore, the total risk incurred for organization B is higher. 3.5 ആണ് ഓർഗനൈസേഷൻ ബിൻ്റെ കമ്പൈൻ ലെവറേജ് എന്ന് പറയുന്നത്. Therefore, the total risk is higher for organization B. അപ്പോൾ ഇത്ര എളുപ്പമാണ് ഈ പറയുന്ന കമ്പൈൻ ലെവറേജും ഫിനാൻഷ്യലും ഓപ്പറേറ്റിംഗ് ലെവറേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ചില സമയത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ദ ഹോൾ ഡാറ്റ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഫോർമുലാസ് മാത്രം അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഡു ലേൺ ദ ഫോർമുലാസ് ബൈ ഹാർട്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജ് contribution divided by EBIT, financial leverage EBIT divided by EBT, combined leverage contribution divided by EBT. Thank you all.